Hello guys, welcome to market analysis video. കഴിഞ്ഞ ട്രേഡിംഗ് പ്ലാനിൽ നമ്മൾ എക്സ്പെക്റ്റേഷൻ സെല്ലിംഗ് സൈഡിലുള്ള ഒരു ട്രേഡായിരുന്നു. മാർക്കറ്റ് ഓവർവ്യൂ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയത് മാർക്കറ്റ് ഒരു റീട്രേസ്മെൻറ്റ് മോഡിലേക്ക് തീർച്ചയായിട്ടും പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ രണ്ട് പ്ലാനും നമ്മൾ സെല്ലിംഗ് സൈഡാണ് നോക്കിയത്. പക്ഷേ മാർക്കറ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ടല്ല മൂവ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ഓവർവ്യൂ തെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിനെ മനസ്സിലാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ മാർക്കറ്റിൽ കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് നാളത്തെ മൂവ്മെൻറ്റ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു വലിയ റീട്രേസ്മെൻറ്റ് നടത്താതെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാർക്കറ്റ് ഇവിടുന്ന് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു, പിന്നെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു റിവേഴ്സൽ നമുക്ക് ഇവിടെ തന്നു. സോ മാർക്കറ്റ് വീണ്ടും ലോവർ ലെവലിലേക്ക് എത്തി. അതായത് മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈയിലേക്ക് ടച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി മാർക്കറ്റ് അതിനെ റിവേഴ്സൽ ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ വളരെ സ്ട്രെങ്ത് ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അവിടുന്ന് വീണ്ടും മാർക്കറ്റ് അതിനെ ഓൾ ടൈം ഹൈയിലേക്ക് വീണ്ടും മാർക്കറ്റ് വളരെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു റിക്കവറി ഉണ്ടാകുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ടാണ്. കാരണം ഓൾറെഡി മാർക്കറ്റ് ഒരു പ്രാവശ്യം ഓൾ ടൈം ആയി ടച്ച് ചെയ്തിട്ട് പിന്നെ റിവേഴ്സ് ആയിട്ട് ആ റിവേഴ്സ് കംപ്ലീറ്റ്ലി ബയേഴ്സ് റിക്കവറി ചെയ്തിട്ട് സ്വാഭാവികമായിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ടാണ്. പക്ഷേ അതിന് പകരം മാർക്കറ്റിൽ വീണ്ടും നടന്നത് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സെല്ലിംഗ് ആണ്. നിങ്ങൾക്ക് ആ വീക്കിലി ക്യാൻഡിലിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി എത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. സോ അതിനുശേഷം സ്വാഭാവികമായിട്ടും വീക്ക്നെസ് വന്നതിന് ശേഷം വീണ്ടും മാർക്കറ്റ് എക്സാക്ട്ലി ഷാർപ്പായിട്ടുള്ള ഒരു റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു റിക്കവറി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. മാർക്കറ്റ് നാച്ചുറലി അങ്ങനെ ആവാനുള്ള പോസിബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ഈ ഒരു ബൈയിങ് സൈഡ് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടെങ്കിലും ഇവിടുന്ന് മാർക്കറ്റ് ഒരു സ്ട്രെങ്തോടെ അപ്പിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി കുറവാണ്. ഇവിടുന്ന് ഒരു റിക്കവറി ഒരു റീട്രേസ്മെൻ്റ് ഒക്കെ എടുത്തുള്ള ഒരു മൂവ്മെൻ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. അതാണ് അതിൻ്റെ ഒരു ലോജിക്കായിട്ട് ഞാൻ പറഞ്ഞത്. സെല്ലിംഗ് സൈഡ് മൂവ്മെൻറ്റിനുള്ള ഒരു കാരണം അതാണ്. എനിവേ മാർക്കറ്റ് പക്ഷേ വീണ്ടും സ്ട്രെങ്തോടെ തന്നെ നിഫ്റ്റിയിൽ, പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് വളരെ ഒരു വീക്ക്നെസ് ഇന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ നിഫ്റ്റിയിൽ വീണ്ടും നല്ല സ്ട്രെങ്ത്തിൽ തന്നെയാണ് മാർക്കറ്റ് ബൈയിങ് സൈഡേക്ക് ആദ്യം മൂവ് ചെയ്തത്. പിന്നെ ലാസ്റ്റ് അവർ സെല്ലിംഗ് സൈഡ് ഒരു ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിങ്ങനെ ഒരു ഓവർവ്യൂ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് നമ്മളുടെ എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ അതെങ്ങനെയാണ് മനസ്സിലാക്കി ട്രേഡിന് പ്ലാൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു ഓവർവ്യൂ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് സെല്ലിംഗ് സൈഡിനെ ആയിരിക്കും. പക്ഷെ മാർക്കറ്റിന് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ മാർക്കറ്റിനനുസരിച്ച് മൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ട്രേഡ് എടുക്കാനുള്ള ഒരു ഇതുണ്ടാവും. അല്ലെങ്കിൽ നമ്മളുടെ ഓവർവ്യൂ സെല്ലിംഗ് ആണെന്ന് വിചാരിച്ച് നമ്മൾ സെല്ലിംഗ് സൈഡ് നോക്കി ഇരിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ട്രേഡ് പോസിബിലിറ്റി ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഫസ്റ്റ് ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. സോ മാർക്കറ്റ് വീക്ക്നെസ് ഉള്ളത് കൊണ്ടാണ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തത്. ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ട് ആ ഗ്യാപ്പ് മാർക്കറ്റ് ഇമ്മീഡിയറ്റ്ലി ഫില്ലായിട്ടുണ്ട്. സോ മാർക്കറ്റിൽ അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട് എന്ന് മാർക്കറ്റ് ഓപ്പണിങ്ങിൽ തന്നെ നമുക്ക് പ്രൂവ് ചെയ്ത് തന്നു. അതായത് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് പിന്നെയും ഒരു സെല്ലിംഗ് സൈഡാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കും മാർക്കറ്റ് വീക്കാണ്. കാരണം പ്രീവിയസ് ഡേ മാർക്കറ്റ് ഹയർ ലെവൽ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് പിന്നെയും സെല്ലിംഗ് സൈഡാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാം മാർക്കറ്റ് ഇനി സെല്ലിംഗ് സൈഡേക്കുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന്. പക്ഷേ ഇവിടെ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് പിന്നെയും മാർക്കറ്റ് ആ ഗ്യാപ്പ് ഫില്ലാക്കി ഇമ്മീഡിയറ്റ്ലി ആ ഗ്യാപ്പ് ഫില്ലാക്കുകയും ചെയ്തിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ, ഒരു ചെറിയൊരു വീക്ക്നെസ് മാത്രമേ ഇവിടെ നമുക്ക് കാണാൻ പറ്റൂ. കാരണം മാർക്കറ്റിൽ ഇവിടെ കാണാം ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു താഴെയുള്ള മാർക്കറ്റ് ഇത് ഏറ്റവും ഡേ ലോ ആണ്. മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആയിട്ട് ഓപ്പൺ ചെയ്ത ഈ ഒരു ഇവിടുന്ന് റിവേഴ്സ് ആയിട്ട് മാർക്കറ്റ് വീണ്ടും ഒരു സെല്ലിംഗ് സൈഡ് വന്നു. പക്ഷേ മാർക്കറ്റ് ഇവിടെ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ് മാർക്കറ്റ് ഈ ലോവർ ഡേ ലോയിൽ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുന്നില്ല. അതിനർത്ഥം മാർക്കറ്റ് സ്ട്രെങ്ത് ആണ് എന്നാണ്. വീണ്ടും മാർക്കറ്റ് അവിടുന്ന് ചെറിയൊരു ബൈയിങ് സൈഡ് വന്നു, വീണ്ടും ഒരു ലോ ഹയർ, അതായത് മാർക്കറ്റ് ഇവിടുന്ന് ഈ ഒരു ഹയർ ലോ ഉണ്ടാക്കിയിട്ട്
വീണ്ടും മാർക്കറ്റ് ഹയർ ഹൈ ആണ് ഉണ്ടാക്കുന്നത്. സോ മാർക്കറ്റ് വീക്ക്നെസ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. മാർക്കറ്റ് വീക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ആദ്യം ഈ ഒരു ഡേ ലോ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. വീണ്ടും മാർക്കറ്റ് റിവേഴ്സ് ആയെങ്കിൽ വീണ്ടും ഈ ഡേ ലോയിലേക്ക് തന്നെ മാർക്കറ്റ് തിരിച്ചു വരും. പക്ഷെ മാർക്കറ്റ് ഉണ്ടാക്കുന്നത് ഹയർ ലോ ആണ് ഉണ്ടാക്കുന്നത്. സോ ഇത് നമുക്ക് കാണുന്നത് ഇവിടെ മാർക്കറ്റ് സ്ട്രെങ്ത് ആണ് എന്നാണ്. മാർക്കറ്റ് അതിനുശേഷം നല്ലൊരു റിവേഴ്സൽ മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെ നമുക്കൊരു ഓവർവ്യൂ ഉണ്ടെങ്കിലും മാർക്കറ്റ് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റിൽ ബിഹേവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് മാർക്കറ്റിൻ്റെ ഏത് കണ്ടീഷനാണോ അന്നത്തെ ദിവസം പോസിബിൾ ആയിട്ടുള്ളത് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ട്രേഡിന് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ട്രേഡ് പോസിബിൾ ആയിട്ടുള്ളൂ. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ നാളത്തെ ഓവർവ്യൂ പറയുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ തീർച്ചയായിട്ടും നമുക്ക് കൺഫ്യൂസ്ഡ് ആണ് മാർക്കറ്റ്. ട്രേഡിങ് ഏത് രീതിയിലാണ് നമ്മൾ ഓവർവ്യൂ വെച്ച് സാധാരണ മാർക്കറ്റ് അനാലിസിസ് വെച്ച് നമ്മൾ ചെയ്യുന്ന ഓവർവ്യൂ അനുസരിച്ചല്ല മാർക്കറ്റ് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ മൂവ് ചെയ്യുന്നത്. എനിവേ നമുക്ക് ഇവിടെ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു സെല്ലിംഗ് സൈഡ് മൂവ്മെന്റ് തന്നെയാണ് മാർക്കറ്റിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ ആകെ ഒരു ഓവർവ്യൂ മാത്രമേ നാളത്തെ പ്ലാനിലേക്ക് തരുന്നുള്ളൂ. ബാക്കി നമ്മുടെ മാർക്കറ്റ് ഇന്നത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് കണ്ടീഷനനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇന്നത്തെ ഒരു ലോവർ ഇവിടെ ഈ ക്ലോസിങ്ങിൻ്റെ അവിടെ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ബൈയിങ്ങിലേക്ക് ചെറിയൊരു ബൈയിങ് തന്ന് ഇവിടുന്ന് ഒരു വീക്ക്നെസ് ഒക്കെ കാണിച്ച് തരികയാണ്. നമുക്ക് വീണ്ടും ഒരു സെല്ലിംഗ് സൈഡ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ട്രേഡ് മാത്രമേ ഞാൻ കാര്യമായിട്ട് നിങ്ങൾ ഒരു ട്രേഡിംഗ് പ്ലാൻ എന്ന രീതിയിൽ തരുന്നുള്ളൂ. ബാക്കി ഇന്നത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് കണ്ടീഷൻ നോക്കുക. കാരണം അടുത്ത മാസം 4-ാം തീയതിയാണ് ഇലക്ഷൻ റിസൾട്ട് വരുന്നത്. വിക്സ് ഇപ്പോഴും 20ന് മുകളിലാണ്. സോ മാർക്കറ്റ് വാളറ്റിലായിരിക്കും. മാർക്കറ്റ് പ്രഡിക്റ്റബിൾ ആയുള്ള രീതിയിലായിരിക്കില്ല മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് എടുക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ ആ ഓവർവ്യൂ തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മാറി നിൽക്കുക എന്ന് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇനി കുറച്ച് ദിവസം മാത്രമേ ഇലക്ഷൻ റിസൾട്ട് വരാനുള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മുടെ ട്രേഡിങ് നമുക്ക് ലോസ് വരാതിരിക്കാനും ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ അടുത്ത ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഇനി നാളത്തെ മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നാളത്തെ വിശദമായ വീഡിയോയിൽ നോക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.